ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശി അതിവിശിഷ്ടമാണ്. അത് ഈ ഡിസംബർ 1-ാം തീയതിയാണ് നടക്കുന്നത്. ഡിസംബർ 1-ാം തീയതിക്ക് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക്. അതെന്താണെന്ന് വെച്ചാൽ അന്നേ ദിവസമാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നു. അന്നേ ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസം എന്നും പറയുന്നു. ആ ദിവസം ശങ്കരാചാര്യർ നിഷ്ഠപ്പെടുത്തിയ ഉദയാസ്തമന പൂജ ഉണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഗുരുവായൂരപ്പൻ്റെ ഏകാദശി അതിവിശിഷ്ടമാണ്, ശ്രേഷ്ഠമാണ്. ഏകാദശിയുടെ തലേ ദിവസം ദശമി ദിവസം രാവിലെ 3 മണിക്ക് നട തുറന്നാൽ ദശമി ദിവസം മുഴുവൻ, ഏകാദശി ദിവസം മുഴുവൻ, ദ്വാദശി ദിവസം രാവിലെ 9 മണിക്ക് നട അടയ്ക്കുകയുള്ളൂ. അപ്പോൾ 54 മണിക്കൂറോളം ഗുരുവായൂരപ്പൻ്റെ നട തുറന്നുകൊണ്ടേയിരിക്കും. എത്ര ജനങ്ങൾ വന്നു കഴിഞ്ഞാലും ഭഗവാനെ ദർശിക്കാൻ പറ്റും. ആർക്കും ദർശനം കിട്ടാതെ മടങ്ങി പോകേണ്ടി വരില്ല. പൂജ സമയത്ത് മാത്രം ക്ഷേത്രനട അടയ്ക്കുന്നതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക് വരിക, ഏകാദശി നോക്കുക. ദശമ ദിവസം ഉച്ചയ്ക്ക് അരിഭക്ഷണം മാത്രം കഴിക്കുക, രാത്രി ഫലമൂലാദികൾ കഴിക്കുക. പിറ്റേ ദിവസം പറ്റുമെങ്കിൽ ശുദ്ധ ഉപവാസം ഇരിക്കുക. അല്ലാത്തവർക്ക് ഗോതമ്പോ ചാമ അരിയോ റവയോ ഉപയോഗിക്കാം. ഗുരുവായൂർ ദിവസം അതിവിപുലമായ ഗോതമ്പ് ചോറ്, പായസം ഇത്യാദി കറികളെല്ലാം ഏർപ്പെടുക. ഏകാദശി വട്ടം ഒരുക്കിയിട്ടുണ്ട്. 2 അന്നദാനപ്പുരകളിൽ 9 മണിയോടുകൂടി ഇത് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തുക, ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിക്കുക, ഗുരുവായൂരപ്പൻ്റെ ഏകാദശി നോലുമ്പ് എടുക്കുക. ഏകാദശി കഴിഞ്ഞാൽ പിന്നെ ഏകാദശി വ്രതം നോറ്റവരെല്ലാവരും ഭഗവാനെ ദ്വാദശിപ്പണം സമർപ്പിച്ചതിന് ശേഷം പാരണ വിടുക എന്നാണ് ഗുരുവായൂരിൽ കിട്ടുക. കണ്ണത്തോളം നീണ്ട കണ്ണുകളും കാതിൽ കണ്ണഞ്ചേടും മണിക്കുണ്ടലവും കണ്ണാടി പോലെഴും ഗണ്ഡപ്രദേശവും പൂർണ്ണത്ര ഈശ്വര കാണാകിലും ഗന്ധനിരകളും നല്ല ചിമ്പുകളും